നമസ്കാരം. പതിരും കതിരും. തിരുമല നായിക്കൻ്റെ നായ യജമാന സ്നേഹം കൊണ്ട് ചീങ്കണ്ണിയുടെ വായിൽ ആത്മാഹൂതി ചെയ്ത ഒരു കഥയുണ്ട്. ഇതുപോലെ യജമാന സ്നേഹം കൊണ്ട് പിണറായി വിജയന്റെ വായിൽ ആത്മാഹൂതി ചെയ്ത കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേരളത്തിൽ. ചീങ്കണ്ണിയെപ്പോലെ വായു തുറന്ന് പിണറായി വിജയൻ ഭരണം നടത്തിയ കാലത്ത് ഒരൊറ്റ എണ്ണത്തിന് മിണ്ടാട്ടവും ഉരിയാട്ടവും ഉണ്ടായിരുന്നില്ല. ഭരണ സംവിധാനം എവിടെയെങ്കിലും ചള്ള കയറി കിടന്നാൽ അതിനെ ഒന്ന് കുത്തിക്കോരി വെടിപ്പാക്കണമെന്ന് അതിയാനോട് പറയാൻ പോലുമുള്ള കഴകത്ത് ഈ ജന്മങ്ങൾക്കുണ്ടായിരുന്നില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ ചെങ്ങന്നൂർ MLA-യും മുൻ മന്ത്രിയുമായ സജി ചെറിയാനെ പറ്റിയാണ്. കണ്ടവൻ്റെ അടുക്കള പൊളിച്ച് മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ നടന്ന കാലത്ത് പുള്ളിക്ക് നാട്ടിലെ ഒരു കാര്യങ്ങളും അറിയേണ്ടതില്ലായിരുന്നു. പിണറായി വിജയൻ പറയും, അത് അതേപടി പ്രാവർത്തികമാക്കും. ഇപ്പോൾ ഭരണം പോയി കുന്ത്രാണ്ടം ചൂടിയിരിക്കുന്ന സജി ചെറിയാനെ പറ്റി പറയാൻ ഒരു കാരണമുണ്ട്. ഉറക്കം നടിക്കുന്ന സതീശൻ സർക്കാരിനെ ഉണർത്താൻ ഒരു വലിയ സമരപരിപാടി നടത്തുകയാണ് ഇന്ന് ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ. ഇതിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ RDO ഓഫീസിലേക്ക് LDF ഒരു ബഹുജന മാർച്ച് നയിക്കുകയാണ്. എന്തിനാണ് മഴക്കാലത്ത് ഈ മാർച്ച് എന്നറിയണ്ടേ? ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയോടുള്ള പ്രതിഷേധമൊന്നുമല്ല ഈ മാർച്ചിന് കാരണം. തോട്ടപ്പള്ളി സ്പിൽവേയും അനുബന്ധ നീരൊഴുക്ക് സംവിധാനങ്ങളും കാര്യക്ഷമമാകുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. ഇത്തവണ മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ഒരു കാര്യങ്ങളും സർക്കാർ ചെയ്തില്ലത്രേ. ഇത് കാരണമാണ് അപ്പർ കുട്ടനാടും കായംകുളം കുട്ടനാട് മേഖലയും ദുരിതത്തിലായത്. മഴ വരുമെന്നറിയാമായിരുന്നിട്ടും സർക്കാർ മൗനം പാലിച്ചത്രേ. എൻ്റെ പൊന്ന് സജിച്ചായ, നിങ്ങൾ എന്തൊരു പരാജയമാണെന്ന് നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പുമുള്ളവർ ഇന്നലകളെപ്പറ്റി ചിന്തിക്കില്ലേ? 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത നമുക്കെല്ലാം അറിയാം. അന്നിവിടെ ശവങ്ങൾ ഒഴുകി നടക്കും എന്ന് പറഞ്ഞ് താങ്കൾ ഏഷ്യാനെറ്റിൽ വിളിച്ച് കരഞ്ഞതോർമ്മയില്ലേ? സാരമില്ല, ഹൃദയശുദ്ധി ഉള്ളവർക്ക് അങ്ങനെ കരയാനും നിലവിളിക്കാനും കഴിയും. പക്ഷേ വിഷയം അതല്ല. അതിനുശേഷം താങ്കൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ അവസ്ഥയെപ്പറ്റിയും അവിടെ നീരൊഴുക്ക് സുഗമമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും 10 വർഷം ഭരിച്ചിട്ടും പിണറായി സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഇപ്പോൾ വെറും 90 ദിവസം മാത്രം പ്രായമായൊരു സർക്കാരിനെതിരെ നിങ്ങൾ കുറ്റാരോപണം നടത്തി പ്രതിഷേധ സമരത്തിന് ആളെ കൂട്ടിയിരിക്കുന്നു. എന്തൊരു ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയമാണ് സജിച്ചായ നിങ്ങളുടേത്. നെതർലൻഡിലും ഡെൻമാർക്കിലുമൊക്കെ പോയി കൊണ്ടുവന്ന പദ്ധതികളുടെ പൊതിയഴിക്കുന്ന സമയം കൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ചെളി നീക്കിയാൽ നമുക്ക് വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് എന്തുകൊണ്ടാണ് ബഹുമാന്യനായ പിണറായി വിജയനോട് നിങ്ങൾ പറയാതിരുന്നത്? താങ്കളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആദ്യം പ്രധാന ചോദ്യം 10 വർഷം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ അച്ചായൻ ആവശ്യമില്ലാത്തതിലൊക്കെ കയറി ഞാലുന്ന തിരക്കിലായിരുന്നു അപ്പോഴെല്ലാം. ഭരണഘടന നിങ്ങൾക്ക് കുന്തവും കുടച്ചക്രവുമായിരുന്നു. ഞാനും MDയും ഒരുപാട് ബീഡി വലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിള്ളേരെല്ലാം ആഞ്ഞു വലിച്ചോ എന്നായിരുന്നു ആഹ്വാനം. എന്ന് വെച്ചാൽ MDയോട് ഉപമിക്കാൻ പറ്റിയ ആളാണല്ലോ സജി ചെറിയാൻ. ഇവിടെ എന്തിനാ കൃഷി? അരി ആന്ധ്രയിൽ നിന്നും വരുമെന്ന് പറഞ്ഞ പുള്ളിയാണ്. പിന്നെ നിങ്ങൾ മന്ത്രിയായി നടന്ന് പറഞ്ഞ മിണ്ണത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനം നടത്തിയ കയർ കോൺക്ലേവ് ഓർമ്മയില്ലേ? അന്ന് പുറത്തിറങ്ങി വന്ന നിങ്ങൾ പറഞ്ഞത്, എഴുതി വെച്ചോ, കോൺഗ്രസിൽ കൂട്ടയാത്മഹത്യ നടക്കാൻ പോകുന്നു, മൊത്തം തോറ്റുപോകും എന്നായിരുന്നു. പക്ഷേ കൂട്ടയാത്മഹത്യയും 16 അടിയന്തരവും നടന്നത് CPM-ലാണെന്ന് മാത്രം. 10 വർഷം തുടർച്ചയായിരുന്ന ഒരു സർക്കാർ ഈ വെള്ളപ്പൊക്കം പരിഹരിക്കാൻ യാതൊരു പദ്ധതികളും ആവിഷ്കരിച്ചില്ല. മണ്ണും ചെളിയും നീക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ചെവിക്കൊണ്ടില്ല. പ്രളയത്തെയും ദുരന്തങ്ങളെയും വിറ്റ് കാശാക്കുന്നതായിരുന്നു രീതി. ഭരണത്തിൽ നിന്നും പോയ ശേഷമുണ്ടായി ഈ വെള്ളപ്പൊക്കം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമായിരുന്നു എല്ലാ തരത്തിലും. എന്തൊക്കെ സംഭാവന പിരിക്കലായിരുന്നു, സാലറി ചലഞ്ചായിരുന്നു, കുടുക്ക പൊട്ടിക്കലായിരുന്നു, പിന്നെ ആട് വിൽപ്പന എന്ന് വേണ്ട കരച്ചിലിൻ്റെയും സംഭാവനയുടെയും കണ്ണീർ കഥകളായിരുന്നു നിത്യവും. നവകേരള യാത്രയ്ക്ക് ചെന്നപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയില്ല, ആകെ കിട്ടിയതൊരു വരാലുകറിയായിരുന്നു എന്ന് പ്രസംഗിച്ചതും കേരള ജനത കേട്ടതാണ്. ഇന്ന് വൈകിട്ട് താങ്കൾ കുറേ പാർട്ടി അടിമകളെയും വിളിച്ച് മാർച്ച് നടത്തുകയാണല്ലോ. അതിനു മുമ്പ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമൻറ്റുകൾ ഒന്ന് വായിക്കണേ. ഒരു മന്ത്രിസഭയിലെ 13 എണ്ണവും കരയ്ക്ക് കയറിയിട്ടും താങ്കൾ ഇപ്പോഴും MLA ആയി തുടരുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്പസ്വല്പം നന്മയുടെ പ്രവൃത്തികൾ താങ്കൾ മണ്ഡലത്തിൽ ചെയ്യുന്നുണ്ട്, അത് ജനങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഏത് പാവത്തിൻ്റെയും അടുക്കളയിൽ കയറി പിണറായി വിജയൻ്റെ ആജ്ഞപ്രകാരം മഞ്ഞക്കുറ്റി നാട്ടാൻ നിങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കയറി നശിച്ച ഏതെങ്കിലും ഒരു വ്യാപാരിക്ക്
10 പൈസയുടെ നഷ്ടം നിങ്ങൾ കൊടുത്തോ? ഈ സർക്കാർ പ്രളയബാധിതരായ ഓരോ വ്യാപാരിക്കും 10,000 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ ചെറുതെങ്കിലും വലിയ സഹായങ്ങളാണ്. നിങ്ങൾ ഈ മാർച്ച് നയിച്ച് RD ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ അത് കാണുന്ന ജനങ്ങൾ പുച്ഛിക്കുമെന്ന ചിന്ത സജിക്ക് വേണം. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് ആർക്കും നല്ലതല്ല സജിച്ചായ.